നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ഓൺ മീ ഫുഡ് വേസ്റ്റ് ഡിസ്പോസർ കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC. അട്ടിമറി ഭീതിയിൽ UDF. ഘടകകക്ഷികൾ UDF വിടുമെന്ന വാർത്ത നിഷേധിച്ച് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. UDF ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകും. വീരേന്ദ്രകുമാർ ഉന്നയിച്ച പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് മുഖ്യന്റെ ഉറപ്പ്. ഇതേ UDF തന്നെ അടുത്ത തിരഞ്ഞെടുപ്പിനെ നേരിടും. UDF-ൽ നിന്ന് ഒരു ഘടകകക്ഷിയും കൊഴിഞ്ഞു പോകില്ല. വീഴാൻ സാധ്യതയുള്ള സർക്കാരാണെങ്കിൽ എന്നേ വീണേനെയെന്നും ഉമ്മൻചാണ്ടി. അവഗണനയ്ക്കെതിരെ നിലപാട് കടുപ്പിച്ച് JDU. UDF മേഖലാ ജാഥയുമായി സഹകരിക്കില്ലെന്ന് വീരേന്ദ്രകുമാർ. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ചർച്ച നടത്താമെന്ന് VM സുധീരൻ. സർക്കാർ ഭദ്രമെന്ന് ചെന്നിത്തല. സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമം നടത്തുന്നത് CPM. JDU ഉന്നയിച്ച പ്രശ്നങ്ങൾ ഗൌരവമായി പരിശോധിക്കുമെന്നും ചെന്നിത്തല. അധിക പ്രസംഗത്തിന് മോദിയുടെ താക്കീത്. സോണിയാഗാന്ധിക്കെതിരെ ആക്ഷേപ പ്രസംഗം നടത്തിയ കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗിന് മോദിയുടെ താക്കീത്. ഗിരിരാജിനെ താക്കീത് ചെയ്തത് ഓഫീസിൽ വിളിച്ചുവരുത്തി. പ്രധാനമന്ത്രിയുടെ നടപടി ആക്ഷേപ പ്രസംഗത്തിൽ പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിൽ വിവാദ പരാമർശത്തിൽ ലോക്സഭയിൽ മാപ്പ് പറഞ്ഞ ഗിരിരാജിനെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്ന് കോൺഗ്രസ്. ഭൂമി ഏറ്റെടുക്കൽ ബില്ലിൽ പരസ്പരം പോരടിച്ച് BJPയും പ്രതിപക്ഷവും. ബില്ലുമായി മുന്നോട്ടു പോകാൻ BJP പാർലമെന്ററി പാർട്ടി യോഗത്തിൽ തീരുമാനം. ബിൽ കർഷക വിരുദ്ധമെന്ന് കോൺഗ്രസ്. സർക്കാരിന് കോർപ്പറേറ്റ് താൽപര്യമെന്ന് ആരോപണം. ബിൽ പാസാക്കാൻ പ്രതിപക്ഷ സഹകരണം ആവശ്യപ്പെട്ട് നരേന്ദ്രമോദി. ബാർ യുദ്ധം തുടരുന്നു. ബാർ കേസിൽ മന്ത്രിമാർക്കെതിരെ ആരോപണവുമായി വീണ്ടും ബിജു രമേശ്. രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് കേസുകൾ അട്ടിമറിക്കാൻ ശ്രമം. അഴിമതിക്കെതിരെ ഏതറ്റം വരെയും പോരാടും. അഴിമതിക്കെതിരെ ശ്രീനാരായണ ധർമ്മവേദിയും VSDPയും ഒന്നിച്ചു പോരാടും. ആരുമായും സഹകരിക്കാൻ തയ്യാറെന്നും ബിജു. എക്സൈസ് മന്ത്രി K ബാബുവിനെതിരായ ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു. ബാബു ബാറുകാരുടെ മന്ത്രിയെന്ന് ആക്ഷേപം. ബാബുവിന് പണം നൽകിയത് 3 പേർ ചേർന്നെന്നും ബിജു. മന്ത്രിമാരുമായി ബാർ അസോസിയേഷൻ നടത്തിയത് 25 കോടിയുടെ സാമ്പത്തിക ഇടപാടുകൾ. അഴിമതി അന്വേഷിക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല. കോഴ നൽകാൻ KM മാണിയെ കാണാൻ പറഞ്ഞത് മുഖ്യമന്ത്രിയെന്നും ബിജു. പുകഞ്ഞ ആത്മിയിൽ പൊട്ടിത്തെറി. അച്ചടക്ക ലംഘനത്തിന്റെ പേരിൽ യോഗേന്ദ്ര യാദവിനെയും പ്രശാന്ത് ഭൂഷണെയും ആത്മി പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ആത്മി പാർട്ടിയെ പിളർപ്പിലേക്ക് നയിക്കുന്ന തീരുമാനം 6 മണിക്കൂർ നീണ്ട ചർച്ചയ്ക്കൊടുവിൽ. വിമത നേതാക്കളായ ആനന്ദ് കുമാർ, അജിത് ധാ എന്നിവരും പുറത്ത്. പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയതിന് നൽകിയ കാരണം കാണിക്കൽ നോട്ടീസ് യാദവും ഭൂഷണും തള്ളിയിരുന്നു. പുതിയ പാർട്ടിയെക്കുറിച്ച് ആലോചിച്ചിട്ടില്ലെന്ന് യോഗേന്ദ്ര യാദവ്. ജനാധിപത്യം നഷ്ടപ്പെട്ട കേജ്രിവാൾ പെരുമാറുന്നത് ഏകാധിപതിയെപ്പോലെ. സ്വരാജ് സംവാദുമായി മുന്നോട്ടു പോകുമെന്ന് പ്രശാന്ത് ഭൂഷൺ. കെജ്രിവാൾ പാർട്ടി ഭരണഘടന ലംഘിച്ചെന്ന് യോഗേന്ദ്ര യാദവ്. മുഖ്യമന്ത്രി സ്ഥാനം രാജിവയ്ക്കുന്നതിന് മുമ്പ് പാർട്ടിയിലെ ഒരു ഘടകത്തിന്റെയും അഭിപ്രായം ചോദിച്ചില്ലെന്നും ആക്ഷേപം. ഓൺ മീ ഫുഡ് വേസ്റ്റ് ഡിസ്പോസർ കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.